ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അള്ളാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വഇലൈക നുശൂർ. പ്രഭാതമായാൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാവരും മോർണിംഗിൽ ആ ഒരു പ്രാർത്ഥന ചൊല്ലാൻ ശ്രമിക്കുക. ഇനി വൈകിട്ടാണെങ്കിലും ആ ഒരു പ്രാർത്ഥന അള്ളാഹുമ്മ ബിക അംസൈന ഒബിക അസ്ബഹന എന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ, ഇന്നലെ പിന്നെ ഡ്രസ്സെല്ലാം അലക്കി കുളിച്ച് പിന്നെ ലോറ് നിസ്കരിച്ച് ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് പിന്നെ കുറച്ച് കോൾ വന്നിട്ടുണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. പിന്നെ വൈകിട്ട് മോള് സ്കൂളിട്ട് വന്ന് അപ്പോൾ അവൾക്ക് അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ പതിവ് പോലെ മഗ്‌രിബ് ഇശാ, ഇന്നലെ രാത്രി പിന്നെ 8:30 ആയപ്പോഴേക്കും മോളും ഇക്കയും വന്നു. അപ്പോൾ ഇന്നലെ പിന്നെ ഇടയ്ക്ക് ഇക്ക ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പണി കഴിഞ്ഞോ പറഞ്ഞു. തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പറയും, എന്തിനാണ് അതൊക്കെ വലിച്ചിടാൻ പോയത്, ആവശ്യമില്ലാത്ത ഓരോ പണികൾ എന്തിനാണ് എടുക്കണേ, കുറേ പണി എന്തിനാണ് എടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയിടാം. പിന്നെ പൊടിയൊക്കെ പാറിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ അലർജി വരും. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ വൈകിട്ട് അവർ വന്നപ്പോൾ അയൺ ബോക്സിൻ്റെ പവർ കോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റെഡിയാക്കിയിട്ടില്ല. പിന്നെ എന്നും ഇക്ക വരുമ്പോൾ ഒന്നെങ്കിൽ ഇഞ്ചി മിഠായി കൊണ്ടുവരും, അല്ലെങ്കിൽ കടല കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ കഴിച്ച് ബ്രഷ് ചെയ്ത് പിന്നെ ഒരു 10:30 ആകുമ്പോഴേക്ക് ഉറങ്ങും. ഇന്ന് രാവിലെ പിന്നെ കിച്ചണിൽ കയറിയിട്ട് റേഷനരി കൊണ്ട് ചോറ് വെച്ചു. പിന്നെ ചായ റുക്കിയാത്ത വിളിക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഓട്ടടയാണ്. അപ്പോൾ ഓട്ടടയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഉണ്ടാക്കുന്ന ഓട്ടടയും എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഓട്ടടയും രണ്ടും രണ്ട് തരത്തിലാണ്. എൻ്റെ ഉമ്മ അരി അരച്ചതിൽ തേങ്ങയൊക്കെ ഇട്ട് അടുപ്പത്ത് ഉണ്ടാക്കുക. അപ്പോൾ ആ ഓട്ടട ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഓട്ടട ചട്ടി തമ്മിൽ യുദ്ധമായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ആ ഓട്ടട ഉണ്ടാക്കാൻ നിൽക്കില്ല. ഉമ്മ ഉണ്ടാക്കിയ ഓട്ടടയാണ് എനിക്കിഷ്ടം. ഉമ്മ പിന്നെ ഭക്ഷണം സാവധാനം ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ വൃത്തിക്കും വെടുപ്പിനും ഉണ്ടാക്കുക. ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കുക, പക്ഷേ എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്. അപ്പോൾ ഓട്ടോട ഉണ്ടാക്കുമ്പോൾ പിന്നെ 1 ഗ്ലാസ് പച്ചരി, അതിലേക്ക് 1/4 ഗ്ലാസ് റേഷനരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഇന്ന് രാവിലെ അരച്ചിട്ട് അതിലേക്കൊരു മുട്ടയും പിന്നെ തേങ്ങ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി ഓട്ടോട ചട്ടിയിൽ ഗ്യാസുമ്മേൽ ചുട്ടെടുക്കുക. അപ്പോൾ അതിലൊരു സോഫ്റ്റ് ഉണ്ടാവും, ടേസ്റ്റ് പോരാ. ഉമ്മ ഉണ്ടാക്കണ ഓട്ടടയാണ് ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കുന്നത് സോഫ്റ്റാണ്, വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ ഓട്ടട ഉണ്ടാക്കി. പിന്നെ അയില ഉണ്ടായിരുന്നു, അയില മുളകിട്ടു. ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കന് ഇതുപോലെ പൊരിച്ച്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചായ, ഓട്ടട, പിന്നെ അയില മുളകിട്ടത്, ലഞ്ചിന് പപ്പടം, അയില മുളകിട്ടത്, പിന്നെ ലേഡി ഫിംഗർ ഓണിയനിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുമുണ്ട്. അപ്പോൾ മൂക്കുമൊക്കെ അതാ കൊടുത്തയച്ചത്. അത് കഴിഞ്ഞ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ ഇന്നലെ കബോർഡ് തുറന്ന് കുറച്ച് കൂടെ പാത്രങ്ങൾ അതിനുണ്ടായിരുന്നു. പിന്നെ അമ്മ കുറേ മോളെ പഴയ ബോട്ടിൽ, ചോറും പാത്രം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി. അതിൽ ഒഴിവാക്കാനുള്ളതുണ്ട്, എടുത്തു വെക്കാനുള്ളതുണ്ട്.
എല്ലാ സാധനങ്ങളും ഞാൻ വന്നതിന് ശേഷം വാങ്ങിയത് തന്നെയാണ്. പക്ഷേ കുറച്ച് പഴക്കം ചെന്നല്ലോ. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളും ചെമ്പൊക്കെ കഴുകി ഇപ്പോൾ പണി കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. പുതിയ വീട്ടിലേക്ക് വന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മാൻ ലെറ്ററും കൊണ്ടുവന്നത്. അപ്പോൾ അത് മേടിച്ച് വെച്ചു. പിന്നെ രാവിലെ തന്നെ എൻ്റെ കാറ് മേടിച്ച വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാൻ അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം പിന്നെ ഇനി പറയാനുള്ളത് ഓറഞ്ചിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ഇന്നലെ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്ന ഓറഞ്ചാണ്. 1 കിലോ ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നാൽ ആദ്യം ഉമ്മാക്ക് കൊടുക്കും. ഉമ്മ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് എൻ്റെ കയ്യിൽ തരിക. അപ്പോൾ ബാക്കി എൻ്റെ കയ്യിൽ തന്നത് ഇതാണ്, കഴിച്ചിട്ടില്ല. പിന്നെ സീതപ്പഴം കൊണ്ടുവന്നിരുന്നു പേരിന്. അപ്പോൾ അത് ഞാനും മോളും തിന്നു. ഇക്കക്കും ഉമ്മക്കൊന്നും അത് ഇഷ്ടമല്ല. ഇപ്പോൾ ഓറഞ്ച് എനിക്ക് വല്ലാതൊന്നും ഇഷ്ടമല്ല. നല്ല മധുരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കും. പിന്നെ ഉപ്പും മുളകിട്ടിട്ട് അങ്ങനെ കഴിക്കും, അല്ലാതെയും കഴിക്കും. പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഉമ്മ, വല്യമ്മ അല്ലെങ്കിൽ ഉമ്മമ്മ, ഞാൻ ഉമ്മ എന്നാണ് വിളിക്കാം. അപ്പോൾ ഈ ഓറഞ്ച് കളറിലുള്ള ഓറഞ്ച് തൊലി എടുത്തിട്ട് അച്ചാറിടും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഗുണങ്ങളെന്താണെന്ന് വെച്ചാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടും, ചർമ്മഭംഗി വർദ്ധിപ്പിക്കും, ദഹനം മെച്ചപ്പെടും, മസ്തിഷ്കാരോഗ്യത്തിന് നല്ലതാണ്, കണ്ണുകളുടെ സംരക്ഷണത്തിന് നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് CA, B1, B9. പിന്നെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഫൈബർ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് വായിക്കാം. പിന്നെ ഈ ഒരു വാഷ് കണ്ടോ, നിം വാഷ്. ഇത് ഇപ്പോൾ കഴിഞ്ഞ വർഷം അല്ല, അതിൻ്റെ മുമ്പത്തെ വർഷമായിട്ട് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. യാരേന്ന് മേടിച്ചതാണ്. വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്യുന്ന ഒരു ലോഷനാണ്. അപ്പോൾ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, കൂടുതലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മേടിച്ചാൽ നമ്മുടെ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഉണ്ടാകുന്ന അണുക്കൾ, ഈ പൊടികളൊക്കെ അതിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഓറഞ്ചൊന്ന് ഞാൻ പൊളിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി, പോരാ, ചെറിയ പുളിയുണ്ട്, എനിക്കിഷ്ടമായിട്ടില്ല. പിന്നെ വേറെന്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കള്ളനെ സ്വപ്നത്ത് കണ്ടിട്ടുണ്ടോ? ഈ കള്ളനെ സ്വപ്നത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, അങ്ങനെ കള്ളന് വരുന്നത്. അപ്പോൾ മിഞ്ഞാന്ന് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, റൂമിലേക്ക് കള്ളൻ അങ്ങനെ വരുന്നത്. അപ്പോൾ കള്ളൻ എന്ന് പറയാൻ ഇല്ല. എത്രയായിട്ട് നമുക്ക് ഉറക്കത്തുനിന്ന് ഉണരാനും കഴിയില്ല. നമ്മൾ പറയുന്നത് ഒരാളിട്ട് കേൾക്കില്ല. അപ്പോൾ സർവ്വശക്തി എടുത്തിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഒച്ചടൽ. ഞാനതുപോലെ ഒരു ശബ്ദം ഉണ്ടാക്കി ഉറക്കത്തിൽ. ഇക്ക നെട്ടി ഉണർന്ന്. അപ്പം കള്ളന് വന്നാലുള്ളൊരവസ്ഥ, റിയലായിട്ട് ഞാൻ കള്ളനെ കണ്ടിട്ടില്ല. പിന്നെ സ്വപ്നത്തിൽ കള്ളൻ്റെ രൂപമൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പേടിച്ച് ശബ്ദം ഉണ്ടാക്കും. ഒരു സിനിമയിലൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കുമല്ലോ, അതുപോലെ. പിന്നെ പറയാനുള്ളത്, ഇതാണ് എൻ്റെ വൈറ്റ് ചുരിദാർ. വൈറ്റ് ചുരിദാർ എന്ന് പറയുമ്പോൾ ഇത് മങ്ങിയിട്ടുണ്ട്, കണ്ടോ? ഇത് 2 വർഷം കഴിഞ്ഞു ഈ ഒരു പാർട്ടി വെയർ വാങ്ങിയിട്ട്. ഇത് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഡ്രസ്സ് ധരിച്ചത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു നുഫി ടീച്ചർ എന്ന് പറയും, അവരുടെ കല്യാണത്തിനാണ്. പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ധരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വീട്ടിലെ കാഷ്വൽ ഡ്രസ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ മങ്ങിയത്. ചെറുതായിട്ട് മങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തേക്ക് അത് ഇടാറില്ല.
അപ്പോൾ അതിൻ്റെ ബോർഡറിലൊക്കെ പിന്നെ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബോർഡറിലും ഒക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. എൻ്റെ ഷോള് ഫുൾ സ്റ്റോൺ വർക്കാണ്. ഈ ഒരു പാർട്ടി വെയർ. ഇപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഞാൻ വിവാഹത്തിന് മുമ്പ് പിന്നെ 10th പഠിക്കുന്ന സമയത്ത് വൈറ്റ് ടോപ്പ്, പിങ്ക് ഷോള്, പിങ്ക് ലെഗിൻസ് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചുരിദാറിനെ ഫുള്ളായിട്ട് വൈറ്റുള്ള ചുരിദാർ നല്ല മോഡേണിൽ അടിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിവാഹത്തിന് ശേഷം പിന്നെ പ്രസവത്തിന് ഡെലിവറിക്ക് എടുത്തത് ഒരു 2000 രൂപൻ്റെ ഒരു വൈറ്റ് ചുരിദാർ. അത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പുറത്ത് അയലിലിട്ടതാണ്. അത് എലി വെട്ടി. പിന്നെ എനിക്കത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു പെരുന്നാൾക്കൊരു വൈറ്റ് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തിലൊരു വൈറ്റ് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4ാമത്തെ വൈറ്റ് ചുരിദാറാണിത്. പിന്നെ ക്രീമി ആയിട്ടുള്ളത് ഒരു 3-4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ കാഷ്വൽ ഡ്രസ്സായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ചുരിദാർ. ഇക്കും പറയുന്നത് എനിക്ക് വൈറ്റ് നല്ല ചേരും. വൈറ്റിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ മോഡൽ അങ്ങനെ കിട്ടാറില്ല. ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇനിയിപ്പോൾ 1-2 വർഷം മുമ്പ് വാങ്ങിയതാണ്. 1500 രൂപ വില ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ കാഷ്വൽ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു മാക്സി, നല്ലൊരു മാക്സി എടുക്കുകയാണെങ്കിൽ അതിന് എന്തായാലും ഒരു 500 രൂപ വരും. പിന്നെ അതിലേക്കൊരു സ്കേർട്ട്, ഒരു ഷോള്. അപ്പോൾ ഈ പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് സ്കേർട്ട് ഉപയോഗിക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇന്നർ വിയർ അങ്ങനെയുള്ള ഷിമ്മി അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അടിപ്പാവാട അങ്ങനെയൊക്കെ പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല. അത് സാരിക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട്, അല്ലാതെ ഞാൻ ഉപയോഗിക്കില്ല. പിന്നെ ബനിയൻ ക്ലോത്തിൻ്റെതേ യൂസ് ചെയ്യുള്ളൂ. ലെഗിൻസ്, പിന്നെ ബനിയൻ ക്ലോത്തിൻ്റെ സ്കേർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു മാക്സി, സ്കേർട്ട്, ഷോള് അതിലേക്കുള്ളതൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് ഏകദേശം 1000 രൂപ വരും. അപ്പോൾ ആ ഒരു 1000 രൂപക്ക് നമുക്ക് ഒരു ലെഗിൻസ്, ടോപ്പ്, ഷോള് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഏകദേശം 1000 രൂപ തന്നെ വരിക. പിന്നെ പാർട്ടി വെയറൊക്കെ ആകുമ്പോൾ 1000, 3000 അതിൻ്റെ മുകളിലേക്കാണ് പോകും. പിന്നെ 1000ൻ്റെ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാഷ്വൽ ഡ്രസ്സായിട്ട് ഒരു നല്ല ഡ്രസ്സ് കിട്ടണമെങ്കിൽ, നല്ലൊരു പാർട്ടി വെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും 4000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് അത്രയും ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് എടുത്ത ഒരു പാർട്ടി വെയറാണ്. മങ്ങിയിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മലിട്ട് അലക്കി ഇതൊക്കെ ഞാൻ പുറത്ത് ഉണക്കാറ്. മേലെ ഡ്രയറുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് മെഷീനിൽ അലക്കി ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഉണക്കും. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആകെ ടയേർഡായിട്ടുണ്ട്. ഇനി കൈമേൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പണി സ്റ്റോപ്പ് ചെയ്തു. ഇനി പിന്നെ ഡ്രസ്സ് പുറത്ത് കൊണ്ടുപോയിട്ട് അലക്കാനുണ്ട്. വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കണം, നിസ്കരിക്കണം, ലഞ്ച് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. ബൈ. അസ്സലാമു അലൈക്കും.